ഒരു മനുഷ്യൻ്റെ മരണം ഒരിക്കലും ഒരു വാർത്ത മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തെ തന്നെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ട് നയിച്ച ശ്രീനിവാസനെ പോലുള്ള ഒരാളുടെ വേർപാട്. ആ വേദനയുടെ ഏറ്റവും കനത്ത ഘട്ടം വരുന്നത് ശരീരം മുന്നിലിരിക്കുമ്പോഴാണ്. ഇനി ഒരിക്കലും അദ്ദേഹം സംസാരിക്കില്ല എന്ന സത്യം കുടുംബം അംഗീകരിക്കാൻ നിർബന്ധിതരാകുമ്പോൾ, അവിടെയാണ് ഈ വിവാദത്തിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. ശ്രീനിവാസൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ കുടുംബം ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. അച്ഛനെ, ഭർത്താവിനെ, സഹോദരനെ, മുത്തശ്ശനെ, അങ്ങനെ ഓരോരുത്തരും തങ്ങളുടേതായ ഒരു ലോകം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ വേളയിൽ ചടങ്ങുകൾ നിയന്ത്രിക്കുക, ആരെയൊക്കെ സമീപിക്കണം, ആരെ ഒഴിവാക്കണം എന്നൊന്നും കൃത്യമായി ആലോചിക്കാൻ പോലും കഴിയില്ല. ഇതിൻ്റെ നടുവിലാണ് സുനിൽ സ്വാമി എന്ന വ്യക്തി കർമ്മിയായി മുന്നോട്ട് വരുന്നത്. ഇവിടെ പലരും ചോദിക്കുന്ന ചോദ്യം, കുടുംബം എന്തുകൊണ്ട് ഇയാളെ അകറ്റി നിർത്തിയില്ല? വിമല ടീച്ചറും തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ആ വേദനയിൽ ആ കാര്യം വേദനയോടെ നോക്കി നിന്നു. അച്ഛൻ്റെ ചിതയ്ക്ക് മുന്നിൽ നിൽക്കുന്ന മക്കൾക്ക്, ഭർത്താവിൻ്റെ ശരീരം കാണുന്ന ഭാര്യയ്ക്ക് അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള മാനസിക ശക്തി ഉണ്ടാവില്ല. അവിടെ വാക്കുകൾ ഉയർത്താൻ ശക്തിയില്ല, വാദിക്കാൻ ഊർജമില്ല, പ്രതിഷേധിക്കാൻ പോലും ബലമില്ല. ഇത് ശരിയല്ല എന്ന് പറയാൻ പോലും ഒരു മനുഷ്യൻ ആദ്യം ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം. അവർ ആ വേളയിൽ തകർന്ന നിലയിലായിരുന്നു. ഇന്ന് ശ്രീനിവാസൻ എന്ന നടനേക്കാൾ കൂടുതൽ സംസാരിക്കപ്പെടുന്നത് ഈ വിവാദത്തെക്കുറിച്ചാണ് എന്നത് എത്രയോ വേദനാജനകമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തേക്കാൾ അവസാന ചടങ്ങ് പോലും വിവാദമാകപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കും ഒരു അപമാനമായല്ലേ മാറുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് വിട്ടഴിക്കപ്പെടുന്ന ഒരു കാര്യം ആത്മീയതയാണ്. ഇതിൻ്റെ മറവിൽ കോടികളാണ് ഇത്തരക്കാർ തട്ടിയെടുക്കുന്നത്. കൂടാതെ പല തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിച്ചും ധനം ഇത്തരക്കാർ കൈക്കലാക്കുന്നു. തട്ടിപ്പ് കേസുകളിൽ സുനിൽ സ്വാമി അറസ്റ്റിലായെന്ന് ഒട്ടേറെ കേട്ടു പരിചയമുള്ള മലയാളികൾക്ക്, പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ്റെ അവസാന ഓർമ്മകൾക്ക് ഇത്തരമൊരു അവഹേളനം ലഭിച്ചതിൻ്റെ പേരിൽ അതീവ ദുഃഖവുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളും മുതലെടുക്കുവാനാണ് ഇയാളെപ്പോലുള്ള ആളുകൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ കാണിച്ചും മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ ഇവർ ശ്രമിക്കുന്നു. പലതരത്തിലും തട്ടിപ്പുകൾ നടത്തിയ സുനിൽ സ്വാമി മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവാണ് എന്ന് പറഞ്ഞും വെറും ഭസ്മത്തിന് ദിവ്യത്വം കൽപ്പിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ച കഥയും ഒന്ന് കേട്ടു നോക്കൂ. കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽ ദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ. പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയ ആളാണ് ഈ സുനിൽ ദാസ്. നിരവധി കേസുകൾ സുനിൽ ദാസിനെതിരെയുണ്ട്. കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ ജയിലിലും കിടന്നിട്ടുണ്ട് സുനിൽ ദാസ്. കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്ന് 3.5 കോടി രൂപ തട്ടിയെടുത്തത് റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജ കത്ത് തയ്യാറാക്കിയായിരുന്നു. 3000 കോടി റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് വ്യാജ കത്തിൽ ഇയാൾ പറഞ്ഞിരുന്നത്. ഈ കേസിൽ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട് സുനിൽ ദാസ്. വാര്യർ ഫൗണ്ടേഷൻ സ്ഥാപകൻ തിരുനാവായ സ്വദേശി മാധവ വാര്യരോട് 5.5 കോടി വാങ്ങി തിരിച്ചു കൊടുത്തിരുന്നില്ല. അതിൽ മുംബൈ കോടതിയിൽ നിന്നാണ് സുനിൽ ദാസ് ജാമ്യമെടുത്തത്. കേരളത്തിലെ പ്രളയ സമയത്ത് വാര്യർ ഫൗണ്ടേഷൻ നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് 25 കോടിയുടെ അവാർഡ് നൽകാൻ തീരുമാനിച്ചെന്നായിരുന്നു മാധവ വാര്യരോട് സുനിൽ ദാസ് പറഞ്ഞത്. തീയതി രേഖപ്പെടുത്താത്ത ചെക്ക് നൽകിയെങ്കിലും ഉടൻ ബാങ്കിൽ ഹാജരാക്കരുത് എന്നും ആവശ്യപ്പെട്ടു. പുരസ്കാര തുകയ്ക്ക് വായ്പ എടുക്കാൻ തടസ്സങ്ങളുണ്ടെന്നും അത് നീക്കാൻ 5.5 കോടി വേണമെന്നും മാധവ വാര്യരോട് സുനിൽ ദാസ് പറഞ്ഞു. സുനിൽ ദാസിന് പണം നൽകിയെങ്കിലും ചെക്ക് പാസ്സായില്ല. ഈ തട്ടിപ്പിലാണ് മുംബൈയിലെ കേസ്. മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവെന്ന് അവകാശപ്പെട്ട് 157 കോടി രൂപയുടെ തട്ടിപ്പ് സുനിൽ ദാസ് നടത്തിയെന്നും ആരോപണമുണ്ട്. പല്ലശ്ശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽ ദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത്. സത്യസായി സേവാ സമിതിയിലായിരുന്നു തുടക്കം. വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു.